പടം നല്ലൊരു പടമാണ്. നെയ്മർ എന്ന് പറയുന്ന ഡോഗുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ കഥ മൊത്തം പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കേരളത്തിലും സെക്കൻഡ് ഹാഫ് നമ്മുടെ പോണ്ടിച്ചേരിയിലായിട്ട് നടക്കുന്ന ഒരു കഥയാണ്. അപ്പം നമ്മുടെ നെസ്ലിൻ മാത്യൂസ് ഒരു ഡോഗിനെ വാങ്ങിക്കുകയും പിന്നെ നഷ്ടപ്പെടുകയും അതിനെ തിരക്കി പോണ്ടിച്ചേരി പോകുന്നതായിട്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ക്ലൈമാക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ചാർലിയൊക്കെ പോലില്ലേ ആ ഒരു കണ്ട ഫീൽ ഉണ്ടായിരുന്നു ഈ പടം കണ്ടപ്പോൾ. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി നല്ല രീതിയിൽ ഇതാക്കിയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് ക്ലൈമാക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില ആപത്ത് ഘട്ടങ്ങളിൽ മനുഷ്യർ നമ്മളെ കൈവിടാറുണ്ട്, ഇപ്പോൾ കൂടെയുള്ളവർ പോലും നമ്മളെ കൈവിട്ട് പോകാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അതേപോലെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നായ അതിൻ്റെ ഉടമ കൈവിട്ടിട്ട് പോയിട്ടും വേറൊരു നായ വന്നിട്ട് ഈ നായയെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മനുഷ്യന്മാർ ചിലപ്പം ചെയ്യത്തില്ല, നമ്മൾ കുഴി വീണ് കഴിഞ്ഞാൽ കൂടെ നടക്കുന്നതും ചിലപ്പോൾ ഓടിപ്പോകും. പക്ഷേ ഈ നായ അങ്ങനെയല്ല ചെയ്യുന്നത്, ആ നായ തിരിച്ചു വന്നിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒത്തിരി അത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ കാട്ടുന്ന ഒരു ഇതായിട്ട് നല്ല സ്നേഹവും നമുക്ക് നായകൾക്കാണ്, നമ്മൾ വളർത്തുന്ന നായകൾക്കാണെന്നുള്ളതും അങ്ങനെയുള്ള ഒത്തിരി ഇമോഷണലായിട്ടുള്ളതും നല്ല ഒരു ക്ലൈമാക്സ്, നല്ലൊരു മെസ്സേജും നല്ലൊരു ഗെയിമിങ്ങാണ്. ലാസ്റ്റ് ഡോഗുകളുടെ ഒരു ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ അതൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കരമായിട്ട് കണ്ടിരിക്കാം. പ്രത്യേകിച്ച് എനിക്കൊന്ന് പിള്ളേരൊക്കെ ഈ അവധിക്കാലത്ത് വന്നിരുന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു പടം തന്നെയാണ് നെയ്മർ എന്ന സിനിമ. എല്ലാം കൊണ്ട് നല്ലൊരു പടം തന്നെയാണ്. നല്ല പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാൻ തോന്നിയൊന്നുമില്ല, പക്ഷേ നല്ലൊരു പടം, സൂപ്പർ. സിനിമ കുഴപ്പമില്ല, ഫണ്ടുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. പട്ടി സ്നേഹികളായ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. അവരുടെ ബോണ്ടിങ് ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും അവർ തമ്മിലൊരു ബോണ്ടുണ്ടല്ലോ, അത് തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത്. മാത്യു പിന്നെ എല്ലാം ഒരേ റോളാണ് കുറേ കാലമായിട്ട് ചെയ്യുന്നത്. അതൊക്കെ മാറ്റി കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള റോൾ പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ പെറ്റ് ലവേഴ്സിനായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു, ലാസ്റ്റ് കൊള്ളായിരുന്നു. കൊള്ളാട്ടോ, നല്ല സിനിമയാട്ടോ. നമ്മുടെ ചാർലി ട്രിപ്പിൾ സെവൻ പോലെ തന്നെ നല്ലൊരു ഡോഗ് മൂവിയാണ് കേട്ടോ. ഒത്തിരി ഇമോഷനാണ്, നല്ല ഒരു സിനിമാറ്റിക്കായിട്ട് തന്നെ എടുത്തേക്കാം. കോമഡി സീനുകൾ ഒരുപാടുണ്ട്, പക്ഷേ ലെങ്തിച്ച് കൂടുതലാണ്, പക്ഷേ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ലാഗില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു ചെറിയ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഫുള്ള് പോണ്ടിച്ചേരിയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നല്ലത് ഉണ്ട്, നല്ല രസമുണ്ട്. മാത്യു നാസറിനുമായിട്ട് നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് വിജയരാഘവനും ഷമ്മി തിലകനും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി, വിജയരാഘവൻ, ഷമ്മി തിലകൻ്റെ ഒരു കോംബോ, ഒരു പാക്ക് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇല്ല, നായിക പ്രാധാന്യമുള്ള സിനിമയല്ല, ഒരു പ്യുവർ ഡോഗ് മൂവി തന്നെയാണ്. ഒത്തിരി ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ നല്ല ഇതാണ്. നല്ലൊരു ഡോഗ് വാങ്ങിക്കാമല്ലോ. ഇതിൽ കൂടുതലും ഒരു ഡോഗ് സ്പോർട്സ് മൂവി പോലെയാണിത്. നല്ലൊരു നമ്മൾ ചാർലി ട്രിപ്പിൾ സെവൻ പോലെ തന്നെ. സിനിമ നല്ല സൂപ്പർ സിനിമ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ഫാമിലി ഗുഡ് മൂവി തന്നെയാണ്. ഇമോഷണലും കോമഡിയും നിറഞ്ഞ ഒരു മൂവി തന്നെയാണ്. പെറ്റ് ലവേഴ്സിന് ഏറ്റവും കൂടുതൽ പെറ്റ് ലവേഴ്സിനാണ് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. അഭിനയം നല്ല സൂപ്പറായിരുന്നു. അവർ രണ്ടുപേരും നല്ല ബോണ്ടുള്ള അഭിനയം തന്നെയായിരുന്നു. ഉണ്ട്, നല്ല രീതിക്ക് കുറേ ഭാഗങ്ങൾ അങ്ങനെ ഉണ്ട്, ഇമോഷണൽ ആവുന്നതും തന്നെയുണ്ട്. ഫാമിലിക്കും അതുപോലെ തന്നെ പെറ്റ് ലവേഴ്സിനും കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി തന്നെയാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് കൊടുക്കാം. 9 കൊടുക്കാം. എല്ലാവർക്കും വന്ന് തിയേറ്ററിൽ വന്ന് കാണാനുള്ള മൂവി തന്നെയാണ്. നല്ല പടമായിരുന്നു. പെറ്റ് ലവേഴ്സ് അവർക്കൊക്കെ കാണാൻ പറ്റിയ പടം. ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. നല്ല പടമായിരുന്നു. പടം കൊള്ളായിരുന്നു. ആവറേജിൽ ഒരു ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ഇറങ്ങിയ എല്ലാ പടവും വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാം. പെറ്റ് ലവറിലൊക്കെ ആനിമൽ ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. പടം എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കോംബോ ആയിരുന്നു. ജോ ആൻഡ് ജോ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല കോംബോ ഉണ്ടായിരുന്നു. എന്നാലും കൊള്ളാം. അത്യാവശ്യം കോമഡിയൊക്കെ കുറച്ചൊക്കെ വർക്കായിട്ടുണ്ട്, ഹ്യൂമറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പെറ്റ് ലവർ ആനിമൽ ലവറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിലെ ഡോഗ് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാഗ് ചിലയിടത്തൊക്കെ, ഫസ്റ്റ് ഹാഫ് ചിലയിടത്തൊക്കെ, സെക്കൻഡ് ഹാഫ് പക്ഷേ പിന്നെയും കൊള്ളായിരുന്നു. സിനിമ നല്ല സിനിമയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനായിട്ട്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അതേമാതിരി സ്നേഹബന്ധങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയുന്നൊരു പടമാണ്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു ത്രില്ലിംഗ് മൂവിയാണ്, അടിപൊളിയാണ്. നെസ്ലിന് രണ്ടുപേരും, മാത്യുവും രണ്ടുപേരും നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവർ അച്ഛന്മാരായിട്ട് വരുന്ന എല്ലാവരും ക്യാരക്ടേഴ്സും നന്നായിട്ടുണ്ട്. അടിപൊളിയാണ് സിനിമ. നല്ല പടം, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഫാമിലി ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഫാമിലിയൊക്കെ ഏറ്റവും പറ്റിയ പടങ്ങൾ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്.